ഡൂറന്റ് കപ്പിന്റെ തീയതി പുറത്ത് വന്നതോടുകൂടി ക്ലബ്ബുകളെല്ലാം തന്നെ അവരുടെ ട്രാൻസ്ഫർ ചർച്ചകളൊക്കെ തകൃതിയായി തന്നെ നടക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ. ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ നോക്കിയാൽ ഇൻകമിങ്സിന്റെ കാര്യത്തിൽ ഒരു കൺഫേംഡ് സൈനിങ്സ് ഇതുവരെ ഒന്നും തന്നെ വന്നിട്ടില്ല. നേരത്തെ തന്നെ പ്രീ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട താരങ്ങളുടെ അല്ലാതെ പുതുതായി ഒന്നും തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല. എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ വരുന്ന സീസണിലെ വിദേശ നിരയിൽ ചില താരങ്ങളുടെ റീപ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ട് സുപ്രധാന തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ താരങ്ങളെക്കാൾ കൂടുതൽ പ്രിഫറൻസ് വിദേശ താരങ്ങളുടെ സൈനിങ്സിൽ കൊടുക്കുന്നുണ്ട് എന്നാണ്. എനിവേ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം KL സമാചാർ മാധ്യമം പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഇന്റേണൽ മീറ്റിംഗ് നടത്തിയിരുന്നു. ആ ഒരു ഇന്റേണൽ മീറ്റിംഗിൽ ഫോറിൻ സൈനിങ്സിന്റെ കാര്യത്തിൽ മൾട്ടിപ്പിൾ മാർക്കറ്റ് ഓപ്ഷൻസ് പരിഗണിക്കുന്നുണ്ട് എന്നാണ്. മുന്നേറ്റ നിര താരമായ കോമി പെപ്പറയും അതുപോലെ തന്നെ മിലോസ് റിഞ്ചിക്കിനെയും, ഈ രണ്ട് താരങ്ങളും വരുന്ന സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗമാവില്ല എന്നുള്ളത് പ്രമുഖ മാധ്യമ പ്രവർത്തകർ പോലും കൺഫേം ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. സോ ബ്ലാസ്റ്റേഴ്സ് നിലവിൽ കോമി പെപ്പറയുടെ റീപ്ലേസ്മെന്റിനെ വരുന്ന ഡൂറന്റ് കപ്പിന് മുന്നോടിയായി തന്നെ കൊണ്ടുവരുന്നതാണ്. മാത്രമല്ല മിലോസിന്റെ കാര്യത്തിൽ നോക്കിയാൽ അദ്ദേഹത്തിന്റെ റീപ്ലേസ്മെന്റ് അത് യൂറോപ്യൻ താരങ്ങളെയാണ് ബ്ലാസ്റ്റേഴ്സ് പരിഗണിക്കുന്നത് എന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള റൂമറുകളൊക്കെ സൂചിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് മൾട്ടിപ്പിൾ മാർക്കറ്റ് ഓപ്ഷൻസ് ഒക്കെ പരിഗണിക്കുന്നത്. എന്തു തന്നെയാലും ജൂലൈയിൽ ഡൂറന്റ് കപ്പ് ആരംഭിക്കുമ്പോൾ അതിന് മുൻപേ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡ് രൂപീകരണം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളൊക്കെ നടക്കുന്നുണ്ട്. സോ ഇനി അധികം ദിവസങ്ങൾ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ സൈനിങ്സ് ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ സൂണർ ദാൻ എക്സ്പെക്റ്റഡ് നടക്കാൻ തന്നെയാണ് സാധ്യതകൾ ഏറെയും. സോ ഗൈസ്, നമ്മുടെ ഒരു ചാനൽ 10K എന്ന മൈൽ സ്റ്റോണിലെത്താൻ ഇനിയൊരു 500 സബ്സ്ക്രൈബേഴ്സിന് കൂടി ആവശ്യമുള്ളൂ. സോ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.